ഹായ് ഫ്രണ്ട്സ്, ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ തിലകത്തിൻ്റെ മകൻ വൈശാഖിൻ്റെയും നമ്മുടെ കർണാടകത്തിലെ സ്വന്തം കുട്ടി നമ്മുടെ ചന്ദനയുടെയും കല്യാണമാണ്. അപ്പം അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ സോങ് ആണിത് കേട്ടോ. അപ്പം കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു 10-80 പേരോളം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വിവാഹത്തിന്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. അപ്പം ഇവരെ പരിചയപ്പെടുത്താതെ ഞാൻ പുതിയ ഒരു വീഡിയോ തുടങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ വൈശാഖിനെയും ചന്ദനയും കൂടെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കല്യാണ ലെറ്റർ ഇതാണ്. ഇത് ചന്ദനയുടെ അവിടുത്തെ കല്യാണ ലെറ്ററാണ് കേട്ടോ. അപ്പം ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള മാരേജ് ആണ് കേട്ടോ, കർണാടകത്തിലെ മാരേജ്. അപ്പം അതൊരു വലിയ എക്സ്പീരിയൻസ് ആകുമെന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. അപ്പം 5 ദിവസത്തെ ഫങ്ഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ കൂടി നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഹൽദി, മെഹന്തി, പിന്നെ 1-2 പൂജകൾ. അപ്പം എനിക്കതിനെപ്പറ്റിയൊന്നും പറയാൻ അറിയത്തില്ല. എന്തായാലും വളരെ കളർഫുള്ളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോകൾ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം കളർഫുള്ളായിരുന്നു അവരുടെ ഓരോ ഫങ്ഷനെന്നും, എന്തുമാത്രം ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റിലൂടെയാണ് ഇത്രയും ദിവസം കടന്നു പോയതെന്നും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ നേരിട്ട് ഞങ്ങൾക്ക് അത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും എല്ലാം ഞങ്ങൾ പങ്കെടുത്തു പോലെ കേട്ടോ. അപ്പം നമുക്ക് അവരുടെ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ആ ഒരു സോങ് ആദ്യം കണ്ടു തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലേ ദിവസത്തെ വൈശാഖിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷനാണ്. അപ്പം അത് നമ്മുടെ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊല്ലത്തുനിന്ന് പോയ എല്ലാവരും അവരുടെ റൂമുകളിൽ പോയിട്ട് എല്ലാവരും ഒരുങ്ങി ഇറങ്ങി ആ ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ എല്ലാവരും, ഞാൻ, ശരത്ത്, കീർത്തന, ശരത്തിൻ്റെ അമ്മ, സാറ്, നിരഞ്ജന, ഹനക്കുട്ടി, എല്ലാവരും ഒരുങ്ങി ഞങ്ങൾ ഇപ്പോൾ ഹാളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഹാളിൻ്റെ പേര് ജ്ഞാനാക്ഷി കൺവെൻഷൻ സെൻറ്റർ എന്നാണ്. അപ്പം നമ്മൾ വന്നപ്പോൾ ഇത്രയും നല്ല മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇത് അലങ്കരിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പം ഈ ഫ്രണ്ടിൽ എഴുതിയേക്കുന്ന ഈ വലതും ഇടതും സൈഡിൽ എഴുതിയേക്കുന്നത് കുട്ടികളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളാണ് കേട്ടോ. അപ്പം ഈ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ തിലകത്തിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും പേരാണ് കേട്ടോ. അതുപോലെ ഇത് മുകൾ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ വൈശാഖിൻ്റെയും ചന്ദനയുടെയും പേരുകളാണ് കേട്ടോ. അപ്പം നമ്മളത് ശരത്തത് കൺവെർട്ട് ചെയ്ത് നോക്കി കേട്ടോ, ഇംഗ്ലീഷിലേക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് കയറുകയാണ്. ഹാളെന്ന് പറഞ്ഞാൽ അതിമനോഹരമായി നല്ലവണ്ണം അലങ്കരിച്ച്, എന്തുവാണ് പറയേണ്ടത്, നമുക്ക് അത്രയും ഒരു ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഹാളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയത്ത് വൈശാഖിൻ്റെയും ചന്ദനയുടെയും ഒരു ഫോട്ടോഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പം ഇതാണ് കേട്ടോ ഹാളിനകം, ഇതാണ്. അന്നേരം ചെയറും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായി അടുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിമനോഹരമായി സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. പൂവിനൊക്കെ ഇത്രയും ധാരാളിത്തമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. അത്രയ്ക്കും പൂ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ അവിടെ. അപ്പം ഞങ്ങൾ ചെന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെയൊക്കെ കണ്ട്, നമുക്ക് കണ്ടാലും മതിയാവത്തില്ലല്ലോ, അത്രയും ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ ആദ്യത്തെ പടിയായിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണം. അപ്പം താഴെ ഞങ്ങൾ ഈ വന്ന ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അവിടെ എല്ലാം അറേഞ്ച്ഡാണ്. ഞങ്ങളുടെ ഓരോ സമയത്തെ ഫുഡും ആ ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം വൈകുന്നേരം നമ്മൾ ഒരു 6-6:30 ആയി വന്നപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്നാക്സും ചായയും എല്ലാം അവിടെ സെറ്റായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, വധുവിൻ്റെ ആൾക്കാർക്കും വരൻ്റെ ആൾക്കാരും അവിടെ തങ്ങുന്നവർക്ക് വേണ്ടിയുള്ളത് എല്ലാം അവിടെ സെറ്റായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ നമുക്ക് പോയി കഴിച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ഇതൊക്കെ കാണാനായിട്ട് വന്നിരിക്കാമെന്ന് കരുതി ഞങ്ങൾ താഴേക്ക് ഇപ്പോൾ പോകും കേട്ടോ. അപ്പം നമ്മളെപ്പോലെ തന്നെ നമ്മൾ കൊല്ലം സൈഡിൽ നിന്ന് വന്ന മിക്കവരും റൂമിൽ നിന്ന് വൃത്തിയായി ഒരുങ്ങിയ സുന്ദരികളൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് നമ്മുടെ ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
കാരണം അറിയാമല്ലോ, നമ്മളുടെ ചായ പോലെ കേരളീയർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് അവരുടെ ചായ. ഞാൻ 2-3 ഗ്ലാസ്സൊക്കെ ചായ കുടിച്ചു കേട്ടോ, അത്ര ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആ ഒരു ഫങ്ഷൻ്റെ ആ ഒരു കിച്ചൺ സൈഡിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത് പഴമാണ്, അതുപോലെ ആപ്പിള്, പപ്പായ, മുന്തിരിങ്ങ, സ്വീറ്റ് പോപ്കോൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവർ പ്രിപ്പയർ ചെയ്ത് അതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയുള്ളതായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോൾ കർണാടകത്തിലെ വിശേഷങ്ങളിൽ പ്രമുഖമായ വിശേഷമൊക്കെ തലേന്ന് തന്നെ ഉണ്ട് കേട്ടോ. അതായത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അവർക്കൊക്കെ ഇമ്പോർട്ടൻ്റുകളായ ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ. അപ്പം അവർ ഈ ഒരു ഹാളിൽ, ഈ സ്റ്റേജിൽ അവർ ഹോമവും കാര്യവും പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചായയെല്ലാം കുടിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പം എല്ലാവരും നല്ല സ്മാർട്ടുകളായിട്ട് ഇങ്ങനെ ഇരുന്ന് ചടങ്ങുകളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണുന്ന ചടങ്ങുകളല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അതായത് പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് ഒരു 3-4 പേരും കൂടെ ചെല്ലണമെന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനും കീർത്തനയും നിരഞ്ജനയും നമ്മുടെ കവിതയും പ്രിയങ്കയും കൂടി സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പം അങ്ങനെ ഒരു റോള് എനിക്ക് കിട്ടി കേട്ടോ. പൊതുവേ നമ്മുടെ ജാതിയിൽ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര ചടങ്ങുള്ളൊരു ജാതിയാണ് കേട്ടോ, ഞങ്ങളുടെ ജാതി എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മളെയും കടത്തിവെട്ടിയാണ് കേട്ടോ കർണാടകത്തിലെ ഓരോ ചടങ്ങുകളും നടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ തലേന്നൊന്നും വലിയ ചടങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് എത്ര ദിവസം തൊട്ട് തുടങ്ങിയ ചടങ്ങുകളും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മളെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഞാൻ ഈ ചടങ്ങുകൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ചടങ്ങുകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര കൗതുകമായിട്ടാണ് കേട്ടോ നമുക്കൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അവർ ഇറങ്ങി കേട്ടോ. അപ്പം അതിനുശേഷം നമ്മുടെ വൈശാഖും ചന്ദനയും സ്റ്റേജിലേക്ക് കയറി. അപ്പം അവർ ഒരു വൈറ്റ് ഒരു ഹാരവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇനിയുള്ളത് ഹാരാർപ്പണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരാർപ്പണമൊക്കെ ചെയ്ത് മോതിരമൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കല്യാണം പോലാണ് കേട്ടോ ഇന്നവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ.
റോ, നെക്സ്റ്റ് നമ്മളെ റോ. കയറുന്ന കാര്യമില്ലല്ലോ. പക്ഷേ അങ്ങനെ ആ സ്റ്റേജിലെ ആ ഒരു ചടങ്ങുകൾക്ക് ശേഷമാണ് സത്യത്തിലെ റിസപ്ഷൻ്റെ ആരംഭം കേട്ടോ. അപ്പോൾ ആ ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് വെൽക്കം ഡ്രിങ്കും ചെറിയ സ്നാക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പോയി അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പം ഇത് തണ്ണിമത്തനും മറ്റത് വെള്ളരിയുടെ ജ്യൂസുമാണ് കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇത് ഒരു വെജിറ്റബിൾ കബാബാണ് കേട്ടോ. അപ്പം അതുമെല്ലാം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വെളിയിലോട്ട് നിൽക്കാം. കാല് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ വൈശാഖും ചന്ദനയും കൂടി സ്റ്റേജിലേക്ക് വന്നു. അതൊരു മാസ് എൻട്രി ആയിരുന്നു കേട്ടോ. ഒരുപാട് പൂക്കുറ്റികളൊക്കെ, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഒരുപാട് പൂക്കുറ്റികളും പിന്നെ മേഘങ്ങളെ പോലെ കുറച്ച് മഞ്ഞൊക്കെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം സ്റ്റേജിലും അതുപോലെ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം മഞ്ഞിൻ്റെ മുകളിലൂടെ വരനും വധുവും സ്റ്റേജിലേക്ക് വീണ്ടും കയറി. അപ്പം ഇപ്പോഴവരുടെ കയ്യിലുള്ളത് റെഡ് മാലയാണ്. അപ്പം ഈ ഹാരങ്ങൾ തന്നെ പല പല കളറിൽ 2-3 പ്രാവശ്യം അവർ സ്റ്റേജിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരാർപ്പണമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വൈശാഖിൻ്റെ ബ്രദറാണ്, വിവേക് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സ്റ്റേജിൽ അടുത്ത ഹാരാർപ്പണം നടക്കുകയാണ്. അപ്പം അത് റെഡ് ഹാരമാണ്. അപ്പം എല്ലാ ഹാരങ്ങളും ഒന്നിനൊന്നിനും വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, പൂവിനൊന്നും അവിടെ ഒരു കൺട്രോളും ഇല്ല കേട്ടോ. എന്തൊക്കെ സൈസ് വേണമെങ്കിലും പൂക്കളുണ്ട് കേട്ടോ. എന്ത് ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അതോടുകൂടി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ആരംഭിച്ചു. വന്ന അതിഥികളൊക്കെ കയറി അവരെ വിഷ് ചെയ്തു, ഗിഫ്റ്റ് എല്ലാം കൊടുത്തു, അവരെ അനുഗ്രഹിച്ചു, അവരോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം അത് ഞങ്ങൾ കുറേ സമയം കണ്ടു നിന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും കയറാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വന്നപ്പോൾ കസേരകളെല്ലാം ഒഴിഞ്ഞിടുന്നെങ്കിലും പിന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് അതങ്ങ് ഫില്ലായി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ബ്രദർ ആനന്ദ് അപ്പോഴത്തേക്കും അവിടത്തേക്ക് വന്നു. അപ്പം അണ്ണ ഒറ്റയ്ക്കാണ് വന്നത്, ബസ്സിലാണ് വന്നത്. അപ്പം വന്നു, അണ്ണനും ഞങ്ങളുടെ കൂടെ ഭാഗപ്പക്കായി കേട്ടോ. ഓക്കെ, അപ്പം കുറേ സമയമൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമിലേക്ക് ഞങ്ങളിപ്പോൾ പോവുകയാണ്. മെയിൻ ഐറ്റം ഫുഡ് തന്നെയാണ്. കർണാടകയുടെ വെറൈറ്റി ഫുഡാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് എവിടെ സ്റ്റേ ചെയ്യും? ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തോ? ഫുഡെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും താഴേക്ക് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം കുറേയൊക്കെ സ്ത്രീകളായിരുന്നു കേട്ടോ വിളമ്പിരുന്നത്. നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരെയൊക്കെ കാണാനും. അവരുടെ വിളമ്പിൻ്റെ സ്റ്റൈലും ഒക്കെ കേട്ടോ. ഷൂ എന്നങ്ങ് വിളമ്പി പോയി കേട്ടോ. അപ്പം നമ്മൾ കേരളത്തിൽ നിന്നും വിഭിന്നമായി അവർ ആദ്യം വിളമ്പുന്നത് പായസമാണ്. അത് നമ്മുടെ ഇലയുടെ താഴ്ഭാഗത്തായിട്ട് വലതേ അറ്റത്താണ് നമ്മൾക്ക് പായസം വിളമ്പുന്നത് കേട്ടോ. പക്ഷേ പായസം ആദ്യം കുടിക്കണമെന്നായിരിക്കും അവരുടെ കൺസെപ്റ്റ്. പക്ഷേ ഞാൻ ഏറ്റവും അവസാനമാണ് കുടിച്ചത് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെയല്ലേ നമ്മളുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്കത് അവസാനം കുടിക്കാനേ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പം വെറൈറ്റി പായസങ്ങളും വെറൈറ്റി സ്നാക്സുകളും വെറൈറ്റി ഫുഡുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫുഡുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം നമുക്ക് എപ്പോൾ കഴിച്ചാലും സ്വീറ്റ്സും ഈ പൊരിക്കുന്ന സംഭവങ്ങളും ഒക്കെ മസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഷസ്. നമുക്ക് ഒരു കട്ടിയുള്ളൊരു ദോശയ്ക്കകത്ത് ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ കറി, അതായത് മസാല ദോശയാണ്. പിന്നെ നമുക്ക് പപ്പടമുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഇതൊരു തോരനാണ്, പിന്നെ ഇതൊരു വറുത്തൊരു സാധനമാണ്, അതായത് സ്വീറ്റ് കോണിൻ്റെ ഒരു സാധനമാണ്, ഇത് അച്ചാറാണ്,
പിന്നെ ഇതാ ഇത് എന്താണെന്ന് അറിയത്തില്ല, ഒരു തോരനാണ്, ഒരു വെജിറ്റബിളിൻ്റെ. പിന്നെ ഇതൊക്കെ സ്വീറ്റാണ്, മറ്റേത് കട്ട്ലറ്റാണ്. ഇത് പഴം കൊണ്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇവരുടെ ഇലയെന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കും. അതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മഹാസാഗരം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിച്ച് നമ്മളുടെ ഭണ്ടാരടങ്ങത്തേ ഉള്ളൂ കേട്ടോ. സ്വീറ്റ്സ് ആയിരിക്കും കൂടുതൽ. ഇത് കൊണ്ടുവന്ന് നിൽക്കുന്ന രസ്മലായി ആണ് കേട്ടോ. അപ്പം അതൊക്കെ വളരെ നമ്മൾ കടകളിൽ പോലും കിട്ടത്തില്ല, സാധാരണ കടകളിലൊന്നും കിട്ടാത്തൊരു സംഭവമാണ് അതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ച് തുടങ്ങുകയാണ്. ദോശയും ഇത് കോവയ്ക്കല്ലേടി? കോവയ്ക്കാണ്. ഇത് ചോളം. കപ്പലിനുണ്ടോ? കപ്പലിൻ്റെ അപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവർ ഇങ്ങനത്തെ ഒരു റൈസ് ഇട്ടു, കളറുള്ളൊരു റൈസ്. അത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് റൈസ് ഇട്ടു. വൈറ്റ് റൈസ് സാമ്പാറും മറ്റു തൈരുമായിരുന്നു അതിൻ്റെ കൂടെയുള്ള കറി, മറ്റേ ഒരു കളറുള്ള റൈസിൻ്റെ കൂടെ. അപ്പം ഇത് കട്ട്ലറ്റാണ്. അങ്ങനെ തിന്ന് വരികയാണ്. അപ്പോൾ റൈസാണ് അവസാനം ഇട്ടത് കൊണ്ട് തന്നെ അവസാനം നമുക്ക് രസം, മോര് അങ്ങനത്തെ ഐറ്റംസൊക്കെ വരും കേട്ടോ. അപ്പം കുറേ പേരുമൊക്കെ ഈ ഇതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി അതൊക്കെ വാങ്ങിച്ച് കുടിക്കും. ഞാനും മോരൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. നല്ല മോരൊക്കെ ആയിരുന്നു കേട്ടോ. പാക്ക് ചവയ്ക്കണം. ഇവിടെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം അല്ലേ? ചരിത്രനും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറ്റിക്കകത്ത് ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഫില്ല് ചെയ്ത് തരുന്നതാണ് കേട്ടോ, താമ്പൂലം പോലെ. അപ്പം നമ്മൾ സാധാരണ നമ്മൾ വെറ്റയൊക്കെ കഴിക്കാൻ ഇച്ചിരി മടി കാണിക്കും, കാരണം നമുക്ക് വല്ല കറക്കവും ഒക്കെ വരുന്നത്. പക്ഷേ ഇതിനകത്ത് പാക്കമൊന്നുമില്ല, ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ നല്ല മധുരമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും പരീക്ഷിച്ച ശേഷം ഞാനും ഒന്ന് പരീക്ഷിച്ചു കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഫംഗ്ഷന് വന്ന എല്ലാവർക്കും അവർ ഒരു സഞ്ചിക്കകത്ത് നാളികേരവും പാക്കും വെറ്റിയുമായിട്ട് അവർ ദക്ഷിണ പോലെ കൊടുത്തു കേട്ടോ. അപ്പം അത് കേരളക്കാരായ നമുക്ക് വളരെ സന്തോഷകരമാണ്, കാരണം കേരളത്തിലിപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് തന്നെ 2 കുടുംബത്തിന്, ശരത്തിനും കീർത്തനും എല്ലാവർക്കും കൂടെ തന്നെ നമുക്ക് ആളെണ്ണി നമുക്ക് എല്ലാവർക്കും കിട്ടി കേട്ടോ തേങ്ങ. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും ഒരു അനുകരിക്കേണ്ട മാതൃകകളാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും മുകളിലേക്ക് വന്നു. പിന്നെ നമ്മൾ കുറേ സമയം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നു. അതിനൊക്കെ ശേഷം നമ്മളും ആ ടാസ്ക് ഏറ്റെടുത്തു, നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ നമ്മളെല്ലാവരും സ്റ്റേജിലേക്ക് കയറി. ഓക്കെ, അപ്പം സ്റ്റേജിലേക്ക് കയറി നമ്മൾ ഊഴം കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ വെച്ച് എല്ലാവരെയും കണ്ടു, കാരണം എല്ലാവരും ക്യൂവിലാണ്. നിങ്ങൾ ക്യൂവിലാണ് എന്ന് പറയുന്നത് പോലെ അവസാനം ഞങ്ങളുടെ ആ ഒരു ഗംഭീര ഊഴമെത്തി. ഞങ്ങളെല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ. അപ്പം അതെല്ലാം തീർത്ത് ഞങ്ങൾ ഇനി റൂമുകളിലേക്ക് പോവുകയാണ്. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും വലിയൊരു ടാസ്ക്കാണ് കല്യാണം എന്ന് പറയുന്നത്. കാരണം ഇവരുടെ കല്യാണം ഭയങ്കര സമയം എടുത്തുള്ളൊരു കല്യാണമാണ്. അപ്പം നമ്മൾ എപ്പം 10:45 കല്യാണമെങ്കിൽ എനിക്ക് തോന്നുന്നു 10 മണിക്കൊക്കെ വരേണ്ടി വരുമായിരിക്കും. അപ്പം എല്ലാവരും രാത്രിയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ രാവിലെ മേക്കപ്പ് ഇട്ട് വരാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനൊരു പുതിയ വീഡിയോ കാണാം.